ശ്രീ എൻ ശ്രീകുമാർ. ഇതുവരെ ഫലം വരാൻ ഒരാഴ്ചയുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് കോൺഗ്രസിലെ 3 നേതാക്കൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ പല കോണിൽ നിന്നായി കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കൂടി വരുന്നു. അപ്പോൾ ഒരു നേതാവിൻ്റെ കൂടി കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചർച്ചകളിൽ നിറയുകയാണോ? ആ അവകാശവാദം കൂടി ഉണ്ടാവുകയാണോ? നോക്കൂ ശ്രീമതി രേണുക, നമുക്ക് ഈ ചർച്ച ചെയ്യാനുള്ള വിഷയത്തിന് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് വിഷയവും ചർച്ചയാക്കും. അങ്ങനെ ചർച്ചയാകുന്നത് നല്ലതാ. കാരണം എല്ലാ ജനങ്ങൾ അറിയട്ടെ. ന്യൂസ് 18 കാണുന്ന 10,000-കണക്കിന് പ്രേക്ഷകര് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാ. എന്തായാലും നിങ്ങൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് കുഞ്ഞാലിക്കുട്ടിയും യോഗ്യനോ എന്നുള്ളതാണ്. നോക്കൂ, കുഞ്ഞാലിക്കുട്ടി യോഗ്യനോ എന്ന് ചോദിക്കുന്ന സത്യത്തില് കേരളത്തിനൊരു നിർഭാഗ്യകരമായ ചോദ്യചിഹ്നമിട്ട ഒരു പരാമർശം ഞാൻ പറയുള്ളൂ. കാരണം PK കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടും യോഗ്യനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഒരാൾ ഞാനും ഉണ്ട്. അത് ഞാൻ പറയാം. കാരണം കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഇന്ന് UDF ആയി മാറിയല്ലോ. അതായത് RMP ഉണ്ട്, CMP ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ RSP ഉണ്ട്. ഇത്രയും ഇടതുകക്ഷികളുടെ മുന്നണി കൂടിച്ചേർന്നൊരു മുന്നണിയാണ് UDF. ആ UDF-ലെ 2ാം കക്ഷിയാണ് മുസ്ലിം ലീഗ്, 1ാം കക്ഷിയാണ് കോൺഗ്രസ്. സാധാരണഗതിയിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ 1ാം കക്ഷിയുടെ പ്രമുഖനായ ഒരു മുൻനിരക്കാരനാണ് മുഖ്യമന്ത്രി ആവുക. 2ാം കക്ഷിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തൊരു പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അതായത് CH മുഹമ്മദ് കോയ. ആദ്യം ഔക്കാദർ കുട്ടനഹയെ ഉപമുഖ്യമന്ത്രിയാക്കി ലീഗിൽ നിന്ന്, പിന്നീട് CH മുഹമ്മദ് കോയയെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ്. പിന്നീട് 82 കാലത്ത് വീണ്ടും UDF അന്നത്തെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ CH മുഹമ്മദ് കോയയെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആകുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് വിചാരിച്ച ആക്കും, യാതൊരു സംശയമില്ല കാര്യത്തില്. പക്ഷേ കോൺഗ്രസ് ഇന്ന് UDF-ന് നേതൃത്വം കൊടുക്കുമ്പോൾ കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ലീഗിനും അറിയാം. ലീഗ് അത് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു വേദിയില് കുഞ്ഞാലിക്കുട്ടി ആ വേദിയിൽ ഉണ്ടായിരുന്നു. ആ വേദിയിൽ സ്വാഗതം പറയുകയോ അല്ലെങ്കിൽ ആശംസ അർപ്പിക്കുകയോ ചെയ്ത ഒരാൾ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മെയ് 4-ാം തീയതി വോട്ട് പെട്ടി പൊളിക്കുമ്പോൾ UDF എന്ന് പറഞ്ഞില്ല, നല്ല ഒരു ശുഭവാർത്ത വരട്ടെ എന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ്. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നത് എന്താ തെറ്റത്? സാദിഖ് അലി തങ്ങളും അതുപോലെ PMA സലാമും പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത് പറയാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഈ നാട്ടിൽ ആർക്കും ഉണ്ട്. MK പ്രേമേന്ദ്രൻ MP ആയിപ്പോയി, അല്ലെങ്കിൽ RSP ഷിബു ബേബി ജോണിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് RSP-കാർക്ക് പറയാം, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ KK രമയെ ഒരു വനിതാ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയാൻ RMP-ക്കും പറ്റും, പക്ഷെ അവര് ഒരു അസോസിയേറ്റ് മെമ്പറാണ്. അതുപോലെ CMP-യുടെ CP ജോണിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് CMP-ക്ക് പറയാം. അത് UDF-ലെ പറയാൻ പറ്റുള്ളൂ. അപ്പുറത്ത് വേറൊരു മുന്നണി ഉണ്ടല്ലോ, CPM മുന്നണി. ആ CPM മുന്നണിയിലെ 2ാം കക്ഷിയുണ്ട്, CPI. എൻ ശ്രീകുമാർ, താങ്കൾ ഇതുവരെ പറഞ്ഞത് ഒക്കെ കൃത്യമാണ്. ഈ UDF-ലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. UDF-ന്റെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തികളിലൊന്നാണ്. ഇനി മറ്റു നേതാക്കളുടെ പേരൊക്കെ പറഞ്ഞ് സാമാന്യവൽക്കരിക്കണോ? അല്ല, ഞാൻ പറഞ്ഞത് ആഗ്രഹങ്ങൾ ആർക്കും പറഞ്ഞൂടെ? ഇപ്പൊ കോൺഗ്രസ്, നിങ്ങൾ എന്താ ശ്രീമതി രേണുക എന്താ പറഞ്ഞത്? കോൺഗ്രസിൽ 3 പേര് അവകാശവാദം ഉന്നയിച്ചു. 3 പേര് അവകാശവാദം ഉന്നയിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ എനിക്ക്? ഞാൻ ഈ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ്. 42 വർഷമായിട്ട് ഞാനും അതെ, സജീവനും അതേ പൊടി പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഒരേ കാലത്ത് വന്നവരാ. ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്. അത് ഞാനത് കൃത്യമായി തുറന്നു പറയുന്ന ഒരാളാണ്. അതൊരു വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഏത് നേതാവ്, അതായത് രമേശ് ചെന്നിത്തല, തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞത് നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. അദ്ദേഹം ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. ഇപ്പോ പകലാണ് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾ കോൺഗ്രസ് സഹയാത്രികനായി ഇരുന്നു കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ തർക്കമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അതിനോട് ഉപമിക്കാനാണ് അതിനെ.
അതല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയുന്ന രേണു കേൾക്കണില്ല. ഞാൻ ചോദിച്ചതല്ല. ഞാൻ ചോദിച്ചത് ഈ 3 പേരിൽ അവകാശവാദം ഉന്നയിച്ച 3 പേരെന്നാണല്ലോ താങ്കളുടെ ആമുഖത്തിൽ പറഞ്ഞത്. അവകാശവാദം ഈ 3 പേരിൽ ആരും എങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആരും ഉന്നയിച്ചിട്ടില്ല ശ്രീമതി രേണുകയെ. അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇവരാരും, കാരണം ഇവരിൽ 3 പേരില്ല, ഇവരിൽ 2 പേരിൽ ഒരാളെ മുഖ്യമന്ത്രി ഇതാരും അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ KPCC ഒരു ദിവസം വിചാരിക്കുകയാണ്, ഇനി പരസ്യ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകരുത്, അത് അച്ചടക്ക ലംഘനമായി ഞങ്ങൾ കണക്കാക്കൂ എന്ന് പറഞ്ഞ് KPCC വെറുതെ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഇന്ന് ആ വാണിംഗ് പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മറ്റു നേതാക്കൾ അഭിപ്രായം പറഞ്ഞത്. അല്ല, നേതാക്കൾ എന്താ അഭിപ്രായം പറഞ്ഞ എന്താണ്? അതായത് 4-ാം തീയതി വരെ കാത്തിരിക്കുക. കോൺഗ്രസ് ഹൈക്കമാൻഡിന് അവരുടേതായ തീരുമാനമുണ്ട്. അല്ലാതെ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്നോ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആക്കണമെന്നോ അല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ പോയി ചോദിച്ചപ്പോൾ അവർ മിണ്ടാതെ പോയില്ല. അല്ലാണ്ട് അവരാരും പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ. ശ്രീമതി രേണുകയുടെ ചാനലടക്കം പോയിട്ട് ചോദിച്ചു സുധീരനോട്, നിങ്ങൾ തന്നെ മുരളിയോട് ചോദിച്ചു, നിങ്ങൾ തന്നെ നമ്മുടെ ആരോടാണ് സണ്ണി ജോസഫിനോട് ചോദിച്ചു. അപ്പൊ സണ്ണി വക്കീൽ KPCC പ്രസിഡന്റ് അദ്ദേഹവും പറഞ്ഞു, മുരളി മുൻ KPCC പ്രസിഡന്റ് അദ്ദേഹവും പറഞ്ഞു, സുധീരൻ മുൻ KPCC പ്രസിഡന്റ് അദ്ദേഹവും പറഞ്ഞു, അതൊക്കെ 4-ാം തീയതി തീരുമാനിക്കുന്നു പറഞ്ഞു. നിങ്ങൾ ചോദിച്ചില്ല, അവർ പറയൂല. അങ്ങനെ അവരെന്ത് പിഴച്ചു? ശ്രീകുമാർ, മാധ്യമങ്ങളുടെ പണി, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും, അതാണ് മാധ്യമങ്ങളുടെ പണി. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും. രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവിന് താൻ കെട്ടിയിറക്കിയ നേതാവല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? ആ ദയനീയ അവസ്ഥ എന്താണ്? താങ്കൾക്ക് അതിൽ ബോധ്യമുണ്ടോ? രമേശ് ചെന്നിത്തല ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയണം, എന്നെ ആരും കെട്ടിയിറക്കിയതല്ല, ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് വിശദീകരിക്കുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട്. കേരളത്തിന് ഇതൊന്നും അറിയാത്തതല്ലോ, കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാത്തതല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അത് പറയേണ്ടി വരുന്നതെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നൊരു ധാരണ പൊതുവെ പരന്നിട്ടുണ്ട്. ഒരു ധാരണയാണ്. കാരണം നമുക്കൊന്നും അറിയാൻ വയ്യ പെട്ടിക്കുള്ളിൽ എന്താണെന്ന്. പക്ഷെ പൊതുവെ എല്ലാവരും പറയുന്നത് UDF അധികാരത്തിൽ വരുന്നതാണ്. അങ്ങനെ അധികാരത്തിൽ LDF വരും എന്ന് ആരും പറയാത്തതുകൊണ്ട് UDFിലൊരു മുഖ്യമന്ത്രി ചർച്ച വരും. അത് കോൺഗ്രസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും വരും. കാരണം അതിൽ കോൺഗ്രസിൽ ഒരുപാട് തുല്യരായ നേതാക്കളുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് മുഖ്യമന്ത്രിയാകും. പ്രൈവറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എപ്പോഴും പറയാറുണ്ട്. അപ്പുറത്താണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അവിടെ ഒരാളേ ഉള്ളൂ. ആ ആള് മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും അദ്ദേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ചർച്ചയില്ല. ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞു, എന്താണ് ഇങ്ങനെ കെട്ടിയിറങ്ങി വന്നല്ലെന്ന് പറയാ. എങ്ങനെയാ പറഞ്ഞേ? ഒരു വേദിയിലെ ഒരു സന്ദർഭോചിതമായ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ സന്ദർഭോചിതമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ നൂലിൽ നിന്ന് ഇറങ്ങി വന്നതല്ല, ഞങ്ങളൊക്കെ അടിത്തട്ടിൽ നിന്നും KSC പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരാണെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒരാളുടെ ആഗ്രഹമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, അങ്ങനെ ഏത് സമയത്ത് എപ്പോഴും പറയാം, ഒരു കുഴപ്പമില്ല. അത് കോൺഗ്രസിൽ ആർക്കും ഇങ്ങനെ പറയാവുന്നത് കൊണ്ട് എന്താ ഗുണം എന്നറിയാവോ? കോൺഗ്രസിൽ ഒരുപാട് അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് ആ അഭിപ്രായങ്ങളെല്ലാം വായുലങ്ങി ലയിച്ചു പോകും. നേരെ മറിച്ച് അപ്പുറത്തതല്ല. രേണുക അതുകൂടെ ആലോചിക്കൂ ശ്രീമതി രേണുക. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇങ്ങനെ അഭിപ്രായം പറയാതെ ഇങ്ങനെ നീറി നിൽക്കുമ്പോ എന്താ ഉണ്ടാവുന്നറിയോ? ഒരു നിർണായക ഘട്ടം വരുമ്പോ ഒരു ഉഗ്രസ്ഫോടനമാണ്. ആ ഉഗ്രസ്ഫോടനമാണ് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കണ്ടത്. ആദ്യം മൈഷ പോറ്റി, പിന്നെ നമ്മുടെ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിലെ ടി കെ ഗോവിന്ദൻ മാഷ്, അമ്പലപ്പുഴയിൽ G സുധാകരൻ, മുഖ്യമന്ത്രിയായിരുന്ന VSന്റെ പഴയ PA സുരേഷ്, അദ്ദേഹത്തിന്റെ ഒപ്പം മൂന്നാറിലെ ദൗത്യത്തിന് പോയ മറ്റൊരു IAS ഓഫീസർ സുരേഷിന്റെ തുറന്നു പറച്ചിൽ, ഇതൊക്കെ പെട്ടെന്ന് നീറി വരും. നേരെ മറിച്ച് കോൺഗ്രസിൽ അങ്ങനെ നീറില്ല. കാരണം കോൺഗ്രസിലെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് എന്താണ്, അവസാനം കൃത്യസമയത്തുമ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയാകും. പിറ്റേന്ന് തൊട്ട് ഒരു പ്രശ്നവും കോൺഗ്രസിൽ ഉണ്ടാവില്ല. ഇതിലെ ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്താൻ, 4 മേയർമാരുടെ കാര്യം കേരളത്തിൽ ചർച്ച ചെയ്യും ഡിസംബർ മാസത്തില്. കണ്ണൂര്, തൃശ്ശൂര്, കൊച്ചി, കൊല്ലം. 6 മേയറാവും. തർക്കം തുടങ്ങി, കോൺഗ്രസിൽ അടി എന്നൊക്കെ പറഞ്ഞു. 4 മേയർമാർ ഇന്ന് സുഖമായി ഭരിക്കുന്നുണ്ട് കേട്ടോ, സുഖമായിട്ട് ഭരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ കോഴിക്കോട്ട് CPM-ന് ഒരു മേയർ സ്ഥാനം കിട്ടി. അത് സജീവന് കൂടുതൽ അറിയാം, ഭൂരിപക്ഷം ഇല്ലെന്നാ തോന്നുന്നത്. അവർക്ക് അവിടെ നിസ്സാരം, അവിടെ ഒറ്റക്കക്ഷി അവരായതുകൊണ്ട് അവർ മേയറായി പോയി. കൊല്ലത്തും അങ്ങനെയാണ് കോൺഗ്രസ്. ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏതെങ്കിലും മുനിസിപ്പാലിറ്റി, എല്ലാ മുനിസിപ്പാലിറ്റി ഏതാണ്ട് 60-70% മുനിസിപ്പാലിറ്റി കോൺഗ്രസിന്റെ ഇല്ല. വല്ല പ്രശ്നം ഉണ്ടായോ? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, കോൺഗ്രസിൽ ഇങ്ങനെ അഭിപ്രായം പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് രേണുക ചോദിച്ചു. ഞാൻ ചോദിച്ചില്ല, ഇടതുപക്ഷ മുന്നണിയിൽ CPIക്ക് പറയാൻ പറ്റുമോ? ഇപ്പം
ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയെ വേണമെന്നുള്ളത്. ഇനി വേണ്ട പോട്ടെ, അവർ LDF ജയിക്കില്ലെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ അടുത്ത പ്രതിപക്ഷ നേതാവ് ഞങ്ങളാവണം എന്നെന്താ CPIക്ക് പറയാൻ പറ്റാത്തത്? ലീഗ് പറഞ്ഞില്ലല്ലോ ഇവിടെ. CPIക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ലീഗ് ഇവിടെ പറഞ്ഞില്ലല്ലോ. പക്ഷേ പല കോണുകളിൽ നിന്നും അത് ഉയരുന്നുണ്ട്. PMA സലാം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മേടിക്കും എന്നതാണ്. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മേടിക്കും എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ലീഗ് പുറമേക്ക് അത് പറഞ്ഞില്ല. ഞാനത് ഇൻട്രൊഡക്ഷനിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എ സജീവൻ CH മുഹമ്മദ് കൊടുത്തല്ലോ ശ്രീമതി രേണുക. അതെ അതെ. പിന്നെന്താ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.